പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറിലൂടെ ഇന്ത്യ മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷകളോടെയാണ് 22-കാരിയായ മനു ഭാക്കർ പാരീസിലേക്ക് വണ്ടി കയറിയത്. പ്രതീക്ഷകൾ ശരിവയ്ക്കും വിധം 10 മീറ്റർ എയർ റൈഫിൾസിൽ വെങ്കലമാണ് മനു വെടിവെച്ചിട്ടത്. ഷൂട്ടിംഗ് ഇനങ്ങളിൽ ഇന്ത്യ നേടുന്ന 5ാമത്തെ മാത്രം മെഡലാണിത്. ഷൂട്ടിംഗ് മെഡൽ നേടുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കൂടിയാണ് ഈ ഹരിയാനക്കാരി നടന്നു കയറിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ പിസ്റ്റൾ തകരാറിലായതിനെ തുടർന്ന് മനു ഭാക്കറിന് മത്സരം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അന്നത്തെ ആ 19 വയസ്സുകാരി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. പാരീസിലെ സ്വപ്ന നേട്ടവുമായി ടോക്കിയോയിലെ ആ കടുത്ത നിരാശ ഇനി മനുവിന് മറക്കാം. 2022 ഏഷ്യൻ ഗെയിംസിൽ മനു ഭാക്കർ 25 മീറ്റർ പിസ്റ്റൾ ടീമിനത്തിൽ സ്വർണം നേടിയിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണം സ്വന്തമാക്കി. ഇതോടെയാണ് പാരീസിലെ മെഡൽ പ്രതീക്ഷകളിലൊന്നായി മനു മാറിയത്. ഹരിയാനയിലെ ജജ്ജറിലാണ് മനു ഭാക്കറിന്റെ ജനനം. ഗുസ്തിക്കാരുടെയും ബോക്സർമാരുടെയും നാട്. സ്കൂൾ പഠനകാലത്ത് ടെന്നീസ്, സ്കേറ്റിംഗ്, ബോക്സിംഗ് എന്നിവയിലായിരുന്നു മനുവിന്റെ പരിശീലനം. ആയോധന കലയായ താങ്ടിയിൽ പങ്കെടുത്ത് ദേശീയ തലത്തിൽ മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 14-ാം വയസ്സിലാണ് മനു ഷൂട്ടിങ്ങിനായി പരിശീലനം ആരംഭിക്കുന്നത്. 2017 ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യനായ ഹീന സിദ്ധുവിനെ തോൽപ്പിച്ചായിരുന്നു മനുവിന്റെ തുടക്കം. അവിടെ വിവിധ വിഭാഗങ്ങളിലായി 9 സ്വർണ്ണ മെഡലുകളാണ് മനു വാരിക്കൂട്ടിയത്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം സ്വന്തമാക്കുമ്പോൾ മനുവിന് പ്രായം വെറും 16 വയസ്സ് മാത്രമാണ്. ഇതേ വർഷം തന്നെ മെക്സിക്കോയിൽ നടന്ന ഷൂട്ടിംഗ് ലോകകപ്പിലും താരം സ്വർണം നേടി. 2 തവണ സ്വർണം നേടിയ മെക്സിക്കോ താരം അലക്സാൻഡ്രോ സവാലയെയാണ് മനു ഇവിടെ പിന്തള്ളിയത്. ടോക്കിയോയിൽ സ്വന്തമാകേണ്ടിയിരുന്ന ഒളിമ്പിക്സ് മെഡലായിരുന്നു ഇത്. എന്നാൽ ആ മെഡലിലേക്ക് എത്താൻ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നു എന്നു മാത്രം. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ വനിതാ ഷൂട്ടർ എന്ന നേട്ടം കൈവരിക്കുമ്പോൾ 22 വയസ്സ് മാത്രമേ മനു ഭാക്കറിന് ആയിട്ടുള്ളൂ. ഇനിയും എത്രയെത്ര പോഡിയങ്ങൾ ആ വിജയത്തിന്റെ സ്വർണ്ണത്തിളക്കത്തിനായി കാത്തിരിക്കുന്നു.